ഇതിൽ നിന്ന് 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ആദ്യമായി ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്ന ക്രൈംബ്രാഞ്ചിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി ഒരു മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല. ഈ പരിപാടിക്ക് വേണ്ടി ഒരു നോട്ടീസ് പോലും അടിച്ചിറക്കിയിട്ടില്ല. ഈ പരിപാടിക്ക് വേണ്ടി യാതൊരു പ്രചരണവും നടത്തിയിട്ടില്ല. എന്നിട്ടും 1000-കണക്കിന് ആളുകൾ ഈ ഒരു മാർച്ചിൽ വന്ന് അണിചേർന്നിട്ടുണ്ടെങ്കിൽ അതതിന്റെ ഗൗരവത്തോടുകൂടി ഇവിടുത്തെ നിയമപാലകർ കരുതിയിരിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിന്റെ അകത്തുള്ള വികാരമാണ് ഈ മാർച്ചിലൂടെ ഇതിലൂടെ പ്രകടിപ്പിക്കുവാനായി 1000-കണക്കിന് ആളുകൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ ഫൈസൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ, തിരൂരങ്ങാടിയുടെ മണ്ണിൽ, ചരിത്ര പ്രസിദ്ധമായ കൊടിഞ്ഞിപ്പള്ളിയുടെ മണ്ണിൽ ഫൈസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ താനൊരു മതത്തിൽ ഇഷ്ടപ്പെട്ടപ്പോ, അതിന്റെ ആശയങ്ങളെ കുറിച്ച് പഠിച്ചപ്പോ, അതിൽ വിശ്വസിക്കുവാൻ തീരുമാനിച്ചപ്പോ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് താൻ വിശ്വസിക്കുന്ന മതത്തിലേക്ക് കടന്നു വന്നപ്പോ അത് സഹിക്കാൻ പറ്റാത്ത ചില അസഹിഷ്ണുതയുടെ വാദികൾ ഫൈസൽ എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആദ്യമായി ഈ രാജ്യത്തിലെ സർക്കാരുകളോടും നിയമപാലകരോടും സൂചിപ്പിക്കുവാനുള്ളത്, ഇതൊരു ഫൈസൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൊലപാതകം മാത്രമല്ല. ഇതൊരു ഫൈസലിനെ കൊല ചെയ്യാൻ വേണ്ടി മാത്രം ആസൂത്രണം ചെയ്തതല്ല. മറിച്ച് ഈ കൊലപാതകത്തിന്റെ പുറകിൽ പ്രവർത്തിച്ചവർ, അവരുടെ ലക്ഷ്യം ഒരു ഫൈസലിനെ കൊലപ്പെടുത്തൽ മാത്രമല്ല, അതിന്റെ പുറകിൽ ഈ രാജ്യത്ത് വർഗീയ കലാപമുണ്ടാക്കണം, ഈ നാട്ടിന്റെ ശാന്തിയും സമാധാനവും തകർക്കണം എന്ന ഒരു വലിയ ലക്ഷ്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, ഒരു ഇരയായി തീരുക മാത്രമാണ് ഫൈസലിലൂടെ ഉണ്ടായത് എന്ന് ഈ നിയമപാലകരെന്ന് ഓർക്കുന്നത് നന്ന്. അതുകൊണ്ട് ഞങ്ങൾ സൂചിപ്പിക്കട്ടെ, ഈ മാർച്ച് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇവിടെ നീതി നടപ്പിലാകണം. ഇവിടെ നീതി നടപ്പിലാകണം. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്നും കൊലപാതകം നടന്നതിന്റെ ഉടനെ ശക്തമായ ചില നടപടികളൊക്കെ ഉണ്ടായിരുന്നു. അത് അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. കൊടിഞ്ഞിയിലെയും തിരൂരങ്ങാടിയിലെയും ഒക്കെ നാട്ടുകാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട മുഴുവൻ സഹകരണവും ചെയ്തു.